കേരള മദ്യനിരോധന സമിതിയുടെ 47ാം സംസ്ഥാന സമ്മേളനം മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ LDF സർക്കാരിന്റെ തെറ്റായ മദ്യനയം തിരുത്തും. മദ്യനിരോധന സമിതിയുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കുമെന്നും വി.ഡി. സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് നിങ്ങൾ നടത്തുന്നത് ഒരു പോരാട്ടമാണ്, ഒരു സാമൂഹ്യ വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, അമിതമായ മദ്യത്തിൻ്റെ ഉപഭോഗം, അതിൻ്റെ ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ, സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. ഞാൻ 2008 സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ, ഞാൻ MLA രണ്ടാമത്തെ ടേമാണ്, കുറേ കുട്ടികൾ എന്നോട് പറഞ്ഞു, സാർ കഞ്ഞിയും പയറും നമുക്ക് മാറ്റി തരാം. അപ്പോൾ ഞാനൊരു സ്കൂൾ പ്രവേശനോത്സവത്തിൽ പ്രഖ്യാപിച്ചു, എല്ലാവർക്കും കഞ്ഞിയും പയറും മാറ്റി ചോറും ഇതിൻ്റെ കറികളും കൊടുക്കും. എൻ്റെ നിയോജകമണ്ഡലം 3000-ഓ 5000-ഓ കുട്ടികൾ ആയിരിക്കും, തീരെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ. ഞാൻ കണക്കൊന്നും നോക്കാതെ അങ്ങ് പ്രഖ്യാപിച്ച. പിന്നീട് പദ്ധതി പ്രഖ്യാപിക്കാൻ നോക്കിയപ്പോൾ പദ്ധതിയുടെ വിശദാംശങ്ങൾ, അതിൻ്റെ പണം ഉണ്ടാക്കണം നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നോട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധികൃതർ പറഞ്ഞു, സാറിൻ്റെ നിയോജക മണ്ഡലത്തിൽ 20,000 കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള, വളരെ ഞെട്ടലോട് കൂടിയാണ് ഞാനത് കേട്ടത്. ഞാനപ്പോൾ അത് അന്വേഷിച്ചു, അധ്യാപകരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഒരു പൊതി ചോറ് കുഞ്ഞിനെ കെട്ടിക്കൊടുക്കാൻ പറ്റാത്ത അത്രയും കുടുംബങ്ങൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ പല അധ്യാപകരും അധ്യാപികമാരും ഒക്കെ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ പ്രശ്നം കുറച്ചൊക്കെ വേണമെങ്കിൽ സ്കൂളിൽ കിട്ടുന്നുണ്ട്, വേണമെങ്കിൽ സ്കൂളിൽ പോയി കഴിച്ചോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഭൂരിപക്ഷം പേർക്കും ഒരു പൊതി ചോറ് കെട്ടിക്കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരാണ്. കൊച്ചിനൊരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്തവരാണ്. ഞങ്ങൾ ശനിയും ഞായറും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വിഷമത്തോടു കൂടിയാണ് കഴിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഭയമാണ്. അവർ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടായിട്ടും ഒരു പൊതി ചോറ് കെട്ടിക്കൊടുക്കാൻ കഴിയാത്തത് വീട്ടിലെ കുടുംബനാഥൻ്റെ അമിതമായ മദ്യപാനം കൊണ്ടാണ്. അമിതമായ മദ്യപാനം, ഒന്നുമില്ല, വീട്ടിലൊന്നും കൊടുക്കില്ല. ഇടയ്ക്ക് ഈ സർക്കാർ വില കൂട്ടും. അപ്പോൾ എല്ലാ സർക്കാരും ഉണ്ടാകും മദ്യത്തിന്. അപ്പോൾ ഒരു ന്യായം പറയും, ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നാളെ നിയമസഭയിൽ പൊട്ടിത്തെറിച്ച് പറഞ്ഞു, ഒരു ഉപഭോഗം കുറയില്ല, മദ്യത്തിൻ്റെ വില കൂട്ടിയാണ്. ഇന്നലെ 3 ബഗ് കഴിച്ചിരുന്ന ആള് മദ്യത്തിന് വില കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് 2 ബഗ്ഗാക്കും. ആ കൂട്ടിയതിൻ്റെ വിഷമത്തിൽ ഇന്ന് 4 ആക്കും. ഒരെണ്ണം കൂടി കൂടുതൽ കഴിക്കും. എവിടെയാ പൈസ കുറയുന്നത്? പൈസ കുറയുന്നത് എവിടെയാ? വീട്ടിൽ കൊടുക്കുന്ന പൈസ കുറയും, ഇത് കഴിഞ്ഞിട്ടുള്ള കളിയല്ലോ. അപ്പോൾ കുറയാൻ പോകുന്നത് വീട്ടിൽ കൊടുക്കുന്ന പൈസയ്ക്കാണ്. അതിൻ്റെ ഉത്തരവാദികൾ ആരാൻ പോകുന്നതെന്താ? അപ്പം നമുക്ക് ഈ ഒരു പറയുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും ഇരകളാകുന്ന പട്ടിണിയിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുന്ന, ദുരിതത്തിലേക്ക് നയിക്കുന്നു. സമിതി സംസ്ഥാന അധ്യക്ഷൻ ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ സമ്മേളനത്തിൽ അധ്യക്ഷനായി. മദ്യനിരോധന സമിതി മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 3ാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ പ്രഖ്യാപനം സത്യാഗ്രഹ സമിതി രക്ഷാധികാരി കൂടിയായ പി. ഉബൈദുള്ള MLA നിർവഹിച്ചു. ഡോക്ടർ ഹുസൈൻ മടവൂർ, VS ജോയ്, ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ, പ്രൊഫസർ TM രവീന്ദ്രൻ, പ്രൊഫസർ OJ ചിന്നമ്മ, ഖദീജ നർഗീസ് എന്നിവർ സംസാരിച്ചു. സമ്മേളന ശേഷം കളക്ട്രേറ്റിലേക്ക് പ്രകടനവും നടന്നു. ഇയാച്ചേരി പത്മിനി, TM വർഗീസ്, മേഴ്സി ജോയ്, സിസ്റ്റർ ജയ, IC മേരി, T ചന്ദ്രൻ, ആർട്ടിസ്റ്റ് ശശികല, P മോഹനകുമാരൻ, ലത കൈമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.